ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മറ്റൊരു മൂവിയുടെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. ഹിസ് 3 ഡോട്ടേഴ്സ് എന്നാണ് ആ സിനിമയുടെ പേര്. ഇതൊരു അമേരിക്കൻ സിനിമയാണ്. 2023 ആണ് റിലീസ് ചെയ്തിരിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ട് ഫാദർ, ഈ കുട്ടികളുടെ ഫാദറിൻ്റെ കണ്ടീഷൻ വളരെ സീരിയസ് ആണെന്ന് അറിഞ്ഞതിനെ തുടർന്ന് 3 സിസ്റ്റേഴ്സും കൂടി അവരുടെ വീട്ടിലേക്ക് തുടങ്ങിയാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. അവരുടെ അച്ഛൻ ഇങ്ങനെ ഏകദേശം ഒരു ഇങ്ങനെ കോമ സ്റ്റേജ് പോലെ കിടക്കുവാണ്. ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് റെസ്പോണ്ട് ചെയ്യും, പക്ഷേ ഇവർ ചോദിക്കുന്നതിനൊന്നും അല്ല റെസ്പോണ്ട് ചെയ്യാറ്. അപ്പം അവിടെ അവരുടെ ഹോസ്പിറ്റൽ ആൾക്കാരും ആയിട്ട് ഒരു നേഴ്സിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു എപ്പം വേണമെങ്കിൽ മരണം സംഭവിക്കാം, അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ്. അപ്പോൾ ഈ സിസ്റ്റേഴ്സ് തമ്മിൽ ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളും അങ്ങനെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വീടാണ്. അപ്പോൾ അതിൽ 2 സിസ്റ്റേഴ്സ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, അവർ വലിയ കുഴപ്പമില്ലാതെ നല്ല കൂട്ടാണ്. ഈ 3ാമത്തെ സിസ്റ്റർ ഒരു റിബല് പോലെയാണ് കാണുന്നത്. അപ്പോൾ അവരൊരിക്കലും അവിടെ വീട്ടിലുണ്ടാവാറില്ല, മിക്കവാറും പുറത്തായിരിക്കും. ഒരു 2-3 മണിക്കൂറൊക്കെ വീട്ടിൽ കാണാറുള്ളൂ. അപ്പോൾ ഇവരിങ്ങനെ പറയും, ഇവരിങ്ങനെ മറ്റേവർ 2 പേരും ഇങ്ങനെ ഷെയർ ചെയ്താണ് അച്ഛൻ്റെ അടുത്ത് പോവാറ്. അപ്പം 4 മണിക്കൂർ ഒരാൾ അവിടെ പോയിരിക്കും, അത് കഴിയുമ്പോൾ അടുത്ത ആൾ പോവും, അങ്ങനെയൊക്കെയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുക്കിംഗ് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. മറ്റേ സിസ്റ്റർ ഇതിലൊന്നും ഇൻവോൾവ് ചെയ്യുന്നില്ല. അങ്ങനെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മയും ഒക്കെ ഇതിനകത്ത് നന്നായി കാണിക്കുന്നുണ്ട്. അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ ട്യൂബും ഒക്കെ ഇട്ട് ഇങ്ങനെ കിടക്കുന്നതായിട്ട്. പിന്നെ അവരെ നോക്കുന്ന ആ നേഴ്സിൻ്റെ കാര്യം ൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എപ്പം വേണമെങ്കിൽ സംഭവിക്കാം, അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. പതുക്കെ അവർ പിന്നെ ഇളയ സിസ്റ്ററിനോടും ഒക്കെ സംസാരിച്ച് അവരുടെ ആ ഇടയിലുള്ള ആ ഒരു ടെൻഷനെല്ലാം റിലീസാവുന്നതും, പിന്നെ ഈ ആദ്യത്തെ ആ 2 സിസ്റ്റേഴ്സും അവർ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് അവരുടെ ഫാമിലി വേറെ സ്ഥലത്താണ്. അപ്പം അതിൻ്റേതായ ടെൻഷനുണ്ട് അവർക്ക്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ ചെയ്യലും ഇതെല്ലാം ഉണ്ട്. 3ാമത്തെ സിസ്റ്റർ ഫ്രീ ആണ്. അപ്പം അങ്ങനെ ഗ്രാജുവലി അവരിങ്ങനെ എല്ലാവരും തമ്മിൽ ഭയങ്കരമായിട്ട് അടുക്കുന്നതും, എന്നിട്ട് അവസാനം അവർ ഒരു ദിവസം ഡിസൈഡ് ചെയ്യുന്നു, അവർക്ക് 3 പേർക്കും കൂടി നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോവാമെന്ന്. അങ്ങനെ അവർ 3 പേരും കൂടി ഫാദറിൻ്റെ അടുത്ത് ചെല്ലുന്നതും, അവർ ആ കട്ടിലിൽ നിന്ന് 3 പേരും കൂടി താങ്ങി നിയമിച്ചൊരു വീൽ ചെയറിൽ കൊണ്ടിരുത്തുന്നതും. അപ്പം വീൽ ചെയറിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ പതുക്കെ അവരുടെ ഫാദർ ഇങ്ങനെ കണ്ണു തുറക്കും. അപ്പോൾ അവർക്ക് തോന്നും അത് നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസായിട്ട് അവർക്ക് തോന്നും. അപ്പം അവർക്ക് തോന്നും അവരുടെ ആ ആക്ഷനും ഇതുമെല്ലാം വെച്ചിട്ട് വീൽ ചെയറിൽ നിന്ന് അച്ഛൻ എപ്പോഴും ഇരിക്കാറുള്ള ഒരു കസേരയുണ്ട്, ആ കസേരയിൽ ഇരിക്കണം എന്ന് ആഗ്രഹമുള്ള പോലെ ഇവർക്ക് തോന്നും. അപ്പോൾ ഇവർ 3 പേരും കൂടി ബുദ്ധിമുട്ടി അച്ഛനെ അവിടെ കസേരയിൽ ഇരിക്കുന്നതും, അച്ഛനിങ്ങനെ കണ്ണു തുറന്ന് ഇവരെയൊക്കെ നോക്കി ചിരിക്കുന്നതും. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും തോന്നും ഇങ്ങനെ അച്ഛൻ പറയുന്നതായിട്ട്, ഇങ്ങനെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചു പോയതാണ്. അപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അച്ഛനിങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന പോലെ തോന്നും അവർക്ക്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് അച്ഛൻ മരിക്കും. ഇതാണ്. അത് കഴിഞ്ഞ് പിന്നെ അവരെല്ലാവരും വളരെ ബോണ്ടായിട്ട് എല്ലാവരും തിരിച്ചു പോകുന്നതും, 3ാമത്തെ സിസ്റ്റർ മാത്രം അവിടെ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് 3ാമത്തെ സിസ്റ്ററാണ്. അങ്ങനെ അവരുടെ ബോണ്ട് കൂടുതൽ നന്നായി അവർ എടുക്കുന്ന സ്ഥലത്ത് ആകുമ്പോഴേക്ക് ആ സിനിമ എൻഡപ്പ് ചെയ്യുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഇതും നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.